ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ മോർണിംഗ് വാക്ക് വന്നതാണ്. മഴയുണ്ട്. കുടം പിടിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ ബ്രൂവേഴ്സിൻ്റെ ഭാഗത്ത് ഒരു കടയുണ്ട്, അവിടെ കുറച്ച് നേരം ചെയ്യാം. അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനൽ സൈമൺ വർഗീസ്, ഫേസ്ബുക്ക് സൈമൺ വർഗീസ്, ഇൻസ്റ്റഗ്രാം. വെൽക്കംസ് യു ഓൾ. ഇത് കൂടെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒന്ന് കയറി കാണാൻ വേണ്ടിയാണ്. യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെല്ലൈക്കണൊക്കെ ഞെക്കിയാൽ എല്ലാം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, നമ്മുടേതൊരു പോസിറ്റീവ് ചാനലാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് കാര്യം മാത്രമേ പറയത്തുള്ളൂ. നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് കാണുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, അല്ലേ? ഞാൻ വന്നപ്പോൾ ഈ മഴ നനഞ്ഞൊരാൾ ഓക്കെ, ഞാൻ പറയാം, കൺഗ്രാജുലേഷൻ, ആ ഡിറ്റർമിനേഷൻ ഞാൻ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷമായി. അതായത് തീരുമാനങ്ങൾ ഉറച്ചാണെങ്കിൽ നമ്മളതിലങ്ങ് ഉറച്ച് നിൽക്കും. ഇപ്പം ഞാൻ തന്നെ ഈ മഴയത്ത് കുടയും പിടിച്ച് വാക്കിന് വന്നു. അതുകൊണ്ടാണ് ഷൂസ് നനയും ഹെൽമെറ്റ് നനയും ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും ഡിറ്റർമിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനൊരു അടിപൊളി കല്യാണം കൂടി. കല്യാണം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ആലപ്പുഴ മെത്രാനാണ് വിവാഹം ആശീർവദിച്ചത്. അതിനുശേഷം 4 മണി കഴിഞ്ഞപ്പം അവിടെ നിത്യാരാധന ചാപ്പൽ നല്ല ഇടം, നമ്മുടെ ഇത് വിമലഗിരി കത്തീഡ്രൽ, അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ 5 മണി തൊട്ട് അവിടെ ചൊവ്വാഴ്ച നടക്കുന്ന പ്രാർത്ഥനകളെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള ആരാധനയുണ്ട്, അതിലും പങ്കെടുത്തു. അവസാനത്തിന് മുമ്പ് നിർത്തനെയാണ് ഫോൺ കോൾ വന്ന് ഞാൻ ഇറങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു മാരേജിന്, അടിപൊളി മാരേജ് എന്ന് പറയാൻ കാര്യമാണ്. എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിരുന്നു. നമ്മൾ ചെന്നു, സെക്യൂരിറ്റിക്കാർ വന്നു, വണ്ടി പാർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. തുടർന്ന് ചെന്നു, വെൽക്കം ഡ്രിങ്കായി, അകത്ത് ചെന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഇവരായിരുന്നു, ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിരിക്കാൻ ഇരിപ്പിടം ഒരുക്കി, എല്ലാം കൊള്ളാം. ഒന്നിനും കുറവില്ലായിരുന്നു. ഞാൻ സോ ഹാപ്പി. അതാണ് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണവും. ഞാൻ ഹാപ്പി ആയതുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആഘോഷങ്ങൾ വരുമ്പം പാട്ട് പാടാറുണ്ട്. നമ്മുടെ ഉള്ളിലൊരു അന്തർലീനമായ ഒരു സർഗശേഷിയാണ് അതല്ലേ. അതുകൊണ്ട് ചിലർ മദ്യപിക്കുമ്പോൾ ഷാപ്പിലൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഉയരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ അവിടെ ഡാൻസ് കളിച്ച ബഹുഭൂരിപക്ഷവും ഈ ആർട്ടിസ്റ്റുകളാണ്. അത് ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഒരുക്കിയിരിക്കുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ മറ്റൊരാൾ ചെയ്യാൻ വേണ്ടിയല്ല. നമ്മുടെ ചാനൽ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പലരും എന്നോട് പറയുന്നത്, കൊച്ചു നിങ്ങളെ നീന്തൽ പഠിപ്പിച്ചു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അണ്ടർ വാട്ടർ ഡ്രൈവിങ്ങും അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങും ചെയ്യും, 1ാം ക്ലാസ്സുകാരൻ സ്വിം ചെയ്യും, പക്ഷേ അണ്ടർ വാട്ടർ പഠിക്കുന്നതുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഓരോ കാലഘട്ടം നമ്മൾ കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട പരിശീലനങ്ങൾ. അപ്പം ഒരു 2-3 വയസ്സ് കഴിയുമ്പോൾ സ്വിമ്മിങ് പഠിപ്പിക്കാം. 4-5 വയസ്സ് കഴിയുമ്പം കരാട്ടെ, കുങ്ഫുവോ കളരിയോ പഠിപ്പിക്കാം. അതിനുശേഷം ഗുഡ് മോർണിംഗ്. എന്നാൽ ഇപ്പം പമ്പ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ അപ്പുറത്തെ കണ്ടത്തി അല്ലല്ലേ? ഉണ്ടോ? പിന്നെ പമ്പിങ് പിടിച്ചോ? ഓ യാ. അപ്പം നമ്മൾ ജീവിക്കുമ്പോഴേ സമൂഹമായിട്ട് ചേർന്ന് വേണ്ടേ ജീവിക്കുക. ഇപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടാണ് വന്ന് സംസാരിക്കുക. നമ്മുടെ വീഡിയോ ആണെന്നൊന്നും ഞാൻ നോക്കിയില്ല, സംസാരിച്ചു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു, കുങ്ഫു പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആവശ്യമാണ്. ബോത്ത് ജെൻഡർ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പഠിപ്പിക്കണം. അതിനുശേഷം ഡ്രൈവിങ്, 18 വയസ്സാകുമ്പോൾ ഡ്രൈവിങ് അത് പഠിപ്പിക്കണം. +2 കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോടുകൂടി വേണം ഇറങ്ങാൻ. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ. ഈ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളെ ഭാഷ പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നൊരു കുട്ടി 3 ഭാഷ പഠിച്ചാണ് വരുന്നത്.
മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. അതുപോരാ, ഈ കുഞ്ഞു ക്ലാസ്സിൽ അവർക്ക് ഒത്തിരി സമയമുണ്ട്, ഫ്രീ ടൈമുണ്ട്. ആ സമയത്ത് ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഏതെങ്കിലുമൊക്കെ 2-3 ഭാഷയോട് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കതൊരു നേരം പോക്കായിട്ട് പോവുകയും ചെയ്യും. ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട്. നേരത്തെ പഠിപ്പിക്കും നല്ലത്. പഠിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഞാൻ പോയ ഇൻവെൻറ്റിനെ പറ്റി പറയാം. അവിടെ ഡാൻസ് ചെയ്തൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ, കുറച്ച് കുട്ടികളുമുണ്ട്, കോളേജിൽ പഠിച്ച പിള്ളേർ. പക്ഷെ നമ്മളെല്ലാം ഈ ഡാൻസും പാട്ടും ഇഷ്ടപ്പെടുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വിദേശ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യാൻ നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാപ്തരാക്കുമ്പോൾ അവരതിൽ പ്രാവീണ്യം നേടുമ്പോൾ അവിടെ ഒരു കാര്യം, ചെറിയ സന്തോഷത്തിന് പോലും അവർ ഡാൻസുണ്ട്. ഏത് പാർട്ടിക്കും ഡാൻസ്. നമ്മൾ കുട്ടികളെ ഡാൻസും പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലായി, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാൾ അവരുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിനോട് പറഞ്ഞു. നമ്മളെല്ലാവരും കുമ്പോടമൊക്കെ എത്തും. ആ കുമ്പോടം എന്നുള്ളതല്ല, ശാസ്ത്രീയമായ ഡാൻസ് വേണം. കാരണം വിദേശത്ത് നമുക്ക് എങ്കിലേ അവരുമായി ഇഴുകിച്ചേരാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൾ 40 വർഷമായിട്ട് അമേരിക്കയിലാണ്. അവർക്ക് വേണ്ട അരിയും സാധനമല്ല എപ്പോഴും ഇവിടെ കൊണ്ടുപോകുക. അവിടെ വിയറ്റ്നാം അരിയൊക്കെ കിട്ടും, പക്ഷേ ഇത്രയും ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ നാണമില്ലെന്ന് ചോദിച്ചു. നമ്മളൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അമേരിക്കയിൽ പ്രത്യേകിച്ച് ഏറ്റവും ശാസ്ത്രീയമായി പഠിച്ച് അവരുടെ DSA ഒക്കെ പറയുന്ന ഫുഡാണ് ജനം കഴിക്കണം. അപ്പോൾ നമ്മളതല്ല, അത് ഇവിടുത്തെ കഞ്ഞിയും കപ്പയും അവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. എന്നിട്ടോ ഇവർ നമ്മളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പനും അമ്മയും മക്കളും പിന്നെ ഇവർ കൊണ്ടുപോയിട്ടുള്ള ബന്ധുക്കളായിട്ടും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധം. അങ്ങനെയാണോ ജീവിക്കേണ്ടത്? അങ്ങനെയല്ല. നമ്മൾ ജീവിക്കേണ്ടത് ആ ജനങ്ങളോട് ഒത്തു വേണം. അവിടെ ചെല്ലും അവരുമായിട്ട് ചേർന്നു. നമ്മൾ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമല്ലേ, രണ്ടാമത്തെ രാജ്യമാകാൻ പോകുന്ന ഇന്ത്യയിലെ ഒരു പുത്രനാണ്. നമ്മൾ അതനുസരിച്ച് തലയുയർത്തി പിടിച്ച് ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റണം. 2 കാര്യം: 1 ഭാഷ വേണം, 2 ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ വേണം. മറ്റു കാര്യം നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സ്മാർട്ട്നെസ്, ഇൻ്റലിജൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നു, ചെറിയൊരു പാർട്ടിയാണ്. ശരി, ഇന്ന് എൻ്റെ മോനെനിക്ക് പറയണ്ടേ, അവൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഒരു വണ്ടി വന്ന് നിൽക്കുന്നു എൻ്റെ ആ സ്ഥാപനത്തിന് മുമ്പിൽ. ഉടനെ അയാൾ വന്ന് പ്ലീസ് ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞു. അവൻ കയറിയപ്പോഴാണ് അതിനകത്ത് മുഴുവൻ ബലൂണൊക്കെ കെട്ടി. അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് ചുറ്റുമുള്ള ആളുകളെല്ലാം കൂടെ അതിലുണ്ട്. അധികം പേരില്ല, 10, 25, 30 പേരുണ്ട്. ഇവനെ പിടിച്ച് കയറ്റി. അപ്പോൾ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ അന്നാ ഫ്രീയാണ്. വൈകുന്നേരം വരെ അവരാ സ്ഥലം രാജ്യം എല്ലാം കൊണ്ടു നടന്ന് പാട്ടും പാടി ബർത്ത്ഡേ ആഘോഷിച്ചു, ഡാൻസ് ചെയ്തു. ഇവന് ഡാൻസ് അറിയാൻ മേലായിരുന്നെങ്കിലോ അത് മാറി നിൽക്കേണ്ടി വരും. നാണം കുണുങ്ങിയല്ലേ. എനിക്ക് ഡാൻസ് അറിയാം, എന്തൊരു നാണക്കേടാ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഡാൻസ് പഠിപ്പിക്കണം. അതിനിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സൂംബ ഡാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലതാണ്. അല്ല, നമ്മൾ പൈസ മുടക്കി പഠിപ്പിക്കണം. പിള്ളേർ ചെറിയ ക്ലാസ്സിൽ തന്നെ 10 സ്റ്റെപ്പ് പഠിപ്പിച്ച് അങ്ങ് വിട്ടാൽ മതി. ബാക്കി അവൾ ഡെവലപ്പ് ചെയ്തോളും. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഡാൻസും പാട്ടും വന്നു. പക്ഷെ നമ്മളെല്ലാം ഇവൻറ്റുകാരെ ഏൽപ്പിക്കുക, അവരുടെ കൂടെ ചുമ്മാ ഇങ്ങനെ ആടുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഡാൻസിൻ്റെ ഗുണം എന്നാണെന്നറിയാം. രക്തചംക്രമണം കറക്റ്റാകും. കഴിക്കുന്ന ഫുഡൊക്കെ അപകടമില്ലാത്ത രീതിയിൽ ദഹിച്ചു പൊക്കോളും. നമുക്ക് ശക്തിയും ബുദ്ധിയും ഓജസ്സും തേജസ്സും ഉണ്ടാകും. അങ്ങനെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പരിശീലിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കൂ, അവർക്ക് മുഖത്തൊരു തേജസ് ഉണ്ടാകും. ആരും ഒന്ന് വെൽക്കം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ കാര്യങ്ങൾ പഠിച്ച് അതോടൊപ്പം നിന്ന് അവരുടെ പാർട്ടികളിൽ പങ്കെടുത്ത് ജീവിക്കണം. അല്ലാതെ ഞാനും എൻ്റെ അമ്മാച്ചനുമായിട്ട് മാത്രം വേണ്ടിയിട്ട് എന്താ കാര്യം? എൻ്റെ മോനൊക്കെ അവിടെ ജീവിക്കുമ്പോൾ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. ഓക്കെ, നല്ല സ്ഥലമാണ്. ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അയ്യോ, നടക്കുന്നതിൻ്റെ ഭാഗമാണ്. മഴയായിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഹലോ. അപ്പോൾ ഒരു ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വണ്ടിയാണ് വന്നതാണ്, ഒരു ഗ്രൂപ്പ്, ഒരു ഫാമിലിയെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പരിശീലിപ്പിക്കണം. അവർ സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഉപദേശിക്കരുത്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അവരെ വിടുക, അവരെ സ്വന്തമായിട്ട് വിടുക.
അധികം സംസാരിച്ച് അവരെ വഷളാക്കരുത്. നമ്മുടെ ബുദ്ധി എപ്പോഴത്തെയാണ്? ഇപ്പം ഞാൻ ഇസ് മൈ 65, ദാറ്റ് മീൻസ് 59 മോഡലാണ്. എൻ്റെ ബുദ്ധിയും എൻ്റെ കൊച്ചുമോനെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ച് എങ്ങനെ ഇരിക്കും? അവൻ ഫ്രഷ് 2025 മോഡലാണ്. നമ്മുടെ ബുദ്ധിയും സാമർഥ്യവും അവൻ പ്രയോഗിക്കുമ്പോൾ അവനത് പുച്ഛിക്കുവൻ. എന്നുവെച്ചാൽ അവനത് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യില്ല, അവൻ അതിലുയർന്നോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവനെ ചിന്തിക്കാൻ വിടുക, അത്യാവശ്യം ചില സാരോപദേശങ്ങൾ മാത്രം കൂടെ അധികം ഉപദേശിക്കാൻ നിൽക്കരുത്. ഓക്കെ, മോർ ഓവർ അവസരങ്ങൾ കൊടുക്കുക, മിങ്കിൾ ചെയ്യാൻ. ഇപ്പോൾ അവൻ കരാട്ടെ പഠിക്കാൻ പോകുന്ന, നീന്തൽ പഠിക്കാൻ പോകുന്ന, അവിടെ ഫ്രണ്ട്സുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും. പിന്നെ അവൻ്റെ അപ്പനും അമ്മയും ഇച്ചിരി കൂടെ മോഡൽ താന്നായിരിക്കും. 86 അവർക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും. അങ്ങനെ മനസ്സിലായി. നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ കറണ്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ MA സൈക്കോളജി ഇഗ്നോയിട്ട് ചേർന്നിരിക്കുക പഠിക്കാൻ. എന്നുവെച്ചാൽ പഠനം ഒരു സിറ്റുവേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈവൻ ദോ ഐ ജസ്റ്റ് വാണ്ട് ടു സ്റ്റാൻഡ് വിത്ത് ദി സ്റ്റുഡൻസ്, അവരോടൊപ്പം നിൽക്കണം, പഠിക്കണം, അതിനുവേണ്ടി. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് അധികം ഉപദേശം കൊടുത്ത് കുളവാക്കാതെ അവരെ നമ്മൾ പരിശീലിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കരാട്ടെ കുംഫുക്കെ പഠിപ്പിക്കുന്നു, നീന്തൽ പഠിപ്പിക്കുന്നു, അതുപോലെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് നിന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് വരെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെങ്കിൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം. നമുക്ക് യൂറോപ്പിൽ എവിടെ പോയാലും ചെറിയൊരു കാര്യത്തിന് പോലും പാർട്ടിയുണ്ട്, ഡാൻസുണ്ട്. ആ ഡാൻസ് വെറും ഡാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇറ്റ് ഈസ് ഹൈലി റിലേറ്റഡ് ടു അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അത് പഠിപ്പിച്ചു വേണം കുട്ടികളെ വിടാൻ. സൂംബ ഡാൻസ് നല്ലതാണ്. അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. അല്ല, ഇനിയത്തെ കാലത്ത് നമുക്ക് വെറും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. എനിക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം എന്ന വീക്ഷണം നമുക്ക് വേണം. മറ്റൊരാളെ തകർത്തിട്ട് നമുക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. മോഷ്ടിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒരു കാര്യമില്ല. അപമാനിതനായി നശിക്കാമെന്നല്ലാതെ. യെസ്, ഗുഡ് മോർണിംഗ്. കൂട് തുറക്കാൻ പോവാണോ? ആണോ? ഓക്കെ, നല്ലൊരു ക്യാച്ച് കിട്ടട്ടെ. ഓക്കെ. അപ്പം നമ്മൾ സമൂഹമായി ഇഴകിച്ചേർന്ന് ജീവിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പറഞ്ഞാൽ തീരെയല്ല. പക്ഷേ ഇനി ഞാനോട് നിർത്തുക, സമയം ഒത്തിരി കൂടിപ്പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ കൊച്ചുമക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ നന്നായി പരിശീലിപ്പിച്ച് കൊണ്ടുപോകണം. നമ്മുടെ നാട്ടിൻ പുറത്തൊരു 5 കൊല്ലം കഴിയുമ്പം ഒരു കല്യാണം വന്നാൽ ഒരു ഇവൻറ്റുകാരനും വേണ്ട, നമ്മൾ ഡാൻസ് ചെയ്യും, നമ്മൾ പാടും. നമ്മുടെ കൊച്ചുമക്കൾ പാടുമ്പോൾ നമ്മളും കൂടെ പാടും. അവർ ഡാൻസ് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് കണ്ട് നമ്മളും പഠിക്കും. അത്തരത്തിൽ നമുക്ക് മാറണം. കേരളത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയുണ്ട്, അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും വേണം. നമ്മൾ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ പേശികൾ, നമ്മുടെ മനസ്സ് എല്ലാം സംശീകരിച്ച് നമുക്ക് ശക്തി കിട്ടും, ഓജസ് കിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. എന്തായാലും ഇന്നലെ പോയ കല്യാണമൊക്കെ സൂപ്പറായിരുന്നു, ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. വളരെ നല്ലതായിരുന്നു അറേഞ്ച്മെൻറ്റ്സ്. കാലം പോകുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവരും. പക്ഷേ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ആ ഫാമിലി അല്ലേ, പ്രാർത്ഥിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.